ഗൈസ് നമ്മൾ അപ്പോൾ ഏകദേശം തൃശ്ശൂർ കഴിഞ്ഞുള്ള ഒരു ഭാരത് പെട്രോളിയം പമ്പിനവിടെ നിർത്തി. ഇത് കയറിയപ്പോഴാണ് കാണുന്നത് എന്താ ഒരു പമ്പിൻ്റെ ഒരു സെറ്റപ്പ് എന്നറിയോ. ഇതിന് ഫ്രണ്ടിലൊരു പമ്പ് സെറ്റ്, അത് കഴിഞ്ഞ് ഇവിടെ ഒരു പമ്പ് സെറ്റ്, അതിനപ്പുറത്തെ ബാക്കിൽ മൂന്നാമത്തെ ഒരു പമ്പ് സെറ്റ്, മൊത്തം 3 പമ്പ് സെറ്റ് ലെവലിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വരെ കണ്ട ഒരു സിലിണ്ടർ അടക്കം കാണുന്നുണ്ട് പമ്പിൻ്റെ. കിട്ടില്ല പറഞ്ഞാൽ കിട്ടില്ല. ഏകദേശം വന്നു കഴിഞ്ഞാൽ വന്ന് കണ്ട സെറ്റപ്പ് ഒരു കിട്ടിയ സെറ്റപ്പേ തോന്നി. അപ്പോൾ എണ്ണ നല്ല എണ്ണയാണെന്നൊക്കെ പറയുന്നത് കേട്ടു, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ട്രാവലിൽ ഏകദേശം 3000 റുപ്യ നമ്മൾ എണ്ണ അടിച്ചു. നല്ല ഒരു ശരണം വെച്ച് അൻപത് സൗണ്ട് മൊത്തം പോയി കിട്ടുകയാണ്. അപ്പോൾ ഇനി ദർശനത്തിനായി ഞങ്ങൾ തൃശ്ശൂർ കഴിഞ്ഞ് ഇനി പുറത്ത് വണ്ടി എടുത്ത് അവിടെ കൊണ്ട് നിർത്തി. അപ്പം ചിലപ്പോൾ വണ്ടി ഇപ്പോൾ കയറട്ടെ, അല്ലെങ്കിൽ അവർ എണ്ണ വിട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞ സംഭവം. ഇവിടെ ഫ്രണ്ടിലൊരു പമ്പ്, നേരെ നമ്മുടെ ബാക്കിലൊരു പമ്പ്, അതിന് ബാക്കിൽ വേറൊരു പമ്പ്, മൊത്തം 3 എണ്ണമാണ്. അതും സ്പേസ് എത്രമാത്രം യൂസ് ഉണ്ട് അത്രമാത്രം യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ട് കഴിക്കും. ഈ വണ്ടി കയറാൻ പോകണം, വണ്ടി കയറാം. ചേട്ടാ എങ്ങനെയുണ്ട്? കഴിച്ച അപ്പോൾ ഞാനും കഴിച്ചിട്ട് വരാം. സ്വാമീശ്വരം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഏത് സ്ഥലം മുരിങ്ങൂർ വടക്ക് മുറി കഴിഞ്ഞ ഉടനെ ഉള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ ഭക്ഷണം കഴിച്ചത്. മസാല ദോശ എനിക്കൊരു ടിപ്പിക്കലായി തോന്നി. എന്നാലും മറ്റേ വെജ് ബിരിയാണി കഴിച്ച സംഭവം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു കഴിക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾ ശബരിമലയ്ക്ക് പോകുന്ന വഴി ഇതുവഴി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഇന്ത്യൻ കോഫി ഹൗസിൽ ഭക്ഷണം ട്രൈ ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ. അത്യാവശ്യം വെജും നോൺ വെജും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം, ഇത്രമാത്രം. അപ്പോൾ നമ്മുടെ ഇനി കയറി ഉടനെ നന്നായി ഒന്ന് കിടന്ന് ഉറങ്ങണം, എന്നിട്ട് വേണം നമുക്ക് മല കയറാനായിട്ട്. അപ്പോൾ വീണ്ടും മല എത്തി ഉടനെ ഗായ്സ്, അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇറങ്ങി ഇപ്പോൾ ശിവായിട്ടാണെന്ന് എന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഫുൾ പോസിറ്റീവ് വൈബിലാണ് നമ്മൾ ഇപ്പോഴും ഈ ഒരു വ്ളോഗ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഹാപ്പി ആണെന്ന് എൻ്റെ ഫേസിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രമാത്രം നമ്മളിപ്പോൾ വീണ്ടും സ്റ്റേ ട്യൂൺ. ഒരുപാട് വീഡിയോസ് വരുന്നത്, എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പോൾ വീഡിയോ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ഉണ്ടാവില്ല, ചിലപ്പോൾ എൻഡിങ് ഉണ്ടാവില്ല, ക്ഷമിക്കണം എന്നോട്. വീഡിയോൻ്റെ ഷോർട്ട് അനുസരിച്ചാണ് ഞാൻ വീഡിയോ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്യണം മാത്രം. ഇപ്പോൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയി വരുന്നതായിരിക്കും. ഗായ്സ്, അപ്പോൾ നമ്മൾ എരുമേലി എത്തി. ഇനിയിപ്പോൾ അടുത്ത പമ്പയ്ക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബസ് കയറാം. ഊരി വെച്ചാൽ മതി വെച്ചോ. അവിടെ എത്തി, ഇവിടെ എവിടെ ഊരി വെച്ചാൽ മതി. കാര്യം ചെയ്യും, വീട് പമ്പയിനാണ് നമുക്ക് എവിടെയും വെക്കാം. അത് വരുമ്പോൾ ഒളിപ്പിച്ച് വെച്ചിട്ടില്ലേ എടുക്കാം, അതായത് കടയിൽ വെക്കാം. 10-50 കൊടുത്തിട്ട് പിള്ളേരില്ല ചേരാൻ അല്ലേ അല്ലേ? അല്ല സാധാരണ എന്താണ് അപ്പോൾ നമ്മൾ പമ്പയിൽ എത്തി. നോക്കുമ്പോഴത്തെ എന്താ ഒരു തിരക്കാണ് പമ്പയിൽ തന്നെ. ബാക്കി താഴെ ഇറങ്ങി പാലം കഴിഞ്ഞ് അറിയാം.
ഇവിടെ മര്യാദക്ക് ഇത്ര നിന്നെ മതി ഇല്ലേ? സ്വാമി ശരണം. സ്വാമീശ്വരൻ. അപ്പോൾ നീലിമല പോട്ടാം കയറി തുടങ്ങി. കൂടെയുള്ള എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാസം ഈ ഒരു ഗ്യാപ്പിൽ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ടോ ശരി ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്നാലും ലൈഫിൽ കുറച്ചങ്ങ് ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ശബരിമല ശ്രീധർമ്മശാസ്താവിനെ കാണാൻ കയറുക. കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം. கடலூர் மாவட்டம் ராஜகுமாரி வரமாகிவிட்டு பிரேம்குமார் ఇక్కడ దగ్గర ఉండాలి సమయం ஒரு டைம் ஜோதிக்கு வந்து இப்போ நாளே காட்டு 6 மணி நேரத்தில் நான் அப்படி ஓடியே അപ്പോ കണ്ട് മാമ കണ്ട് എത്ര പ്രാവശ്യം വിളിക്കണോ? അവരെവിടെ? ഫ്രണ്ടിലാ?